തുഞ്ചൻ മലയാള സർവകലാശാല സാഹിത്യം 2025 അന്തർ സർവകലാശാല സാഹിത്യോത്സവത്തിന്റെ സമാപന സമ്മേളനം ആരംഭിക്കുന്നു. ശാലയ്ക്ക് പുറത്തു നിൽക്കുന്നവർ അകത്തേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുഞ്ചൻ മലയാള സർവകലാശാല സാഹിത്യം 2025 സമാപന സമ്മേളനം ആരംഭിക്കുന്നു. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി സാഹിത്യം 2025 ജനറൽ കൺവീനർ ഡോക്ടർ ബാബുരാജൻ കെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി 24-25 തീയതികളിലായി നമ്മുടെ സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്തർ സർവകലാശാല സാഹിത്യോത്സവം അതിൻ്റെ സമാപനം നടക്കുകയാണ്. സമാപന സമ്മേളനമാണിത്. ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പ്രശസ്ത നാടക സിനിമ അഭിനേത്രി ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി നിലമ്പൂർ ഐഷയാണ്. അവരാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 4:45-5 മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ 3 വേദികളിലായിട്ട് പരിപാടികൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സമാപന സമ്മേളനം അല്പം വൈകിപ്പോയി. അപ്പോൾ ക്ഷമാപണത്തോടെ നമ്മൾ ഈ സമാപന സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി നിലമ്പൂർ ആയിഷയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ടീച്ചറാണ്. ടീച്ചർ ഏറ്റവും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സാഹിത്യ സംബന്ധമായ അതിന്റെ ആദ്യഘട്ടം മുതൽ അതിന്റെ എല്ലാ ചർച്ചകളിലും നമ്മളൊപ്പം നിന്നുകൊണ്ട് നമുക്ക് വേണ്ട അതിന്റെ ഈ ഫണ്ട് മുതൽ അതിന്റെ നിർദ്ദേശങ്ങൾ, അതിന്റെ ആരോഗ്യം പങ്കെടുപ്പിക്കണം, അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായ പിന്തുണയും നിർദ്ദേശങ്ങളും ഒക്കെ നൽകി നമുക്ക് നല്ല മാർഗനിർദ്ദേശം നൽകിയ ടീച്ചർ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീമതി നിലമ്പൂർ ആയിഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. മലയാള നാടക ചലച്ചിത്ര അഭിനേത്രി ആണ്. അവര് വളരെ പ്രശസ്തിയാണ്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിലാണ് അവർ ജനിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽ 1950-കളിൽ കേരളത്തിൽ ആരംഭിച്ച രാഷ്ട്രീയ നാടക പ്രസ്ഥാനത്തിലൂടെയാണ് നിലമ്പൂർ ആയിഷ അരങ്ങിലെത്തുന്നത്. E.K. ഐമൂവിന്റെ ഇജ്ജ് നല്ല മനുഷ്യനാവാൻ നോക്ക് എന്നതാണ് അവരുടെ ആദ്യത്തെ നാടകം. അത് ഈ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ അവർക്ക് ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു സമുദായത്തിൽ നിന്ന്. കാരണം ഈ രംഗത്തേക്ക് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു വനിത വരുന്നത് എന്ന് പറയുന്നത് അന്നത്തെ യാഥാസ്ഥിതികർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അവര് 50 വർഷത്തിലധികം ഈ രംഗത്ത് തുടർന്നത്. 100-ലേറെ നാടകങ്ങൾ അഭിനയിച്ചു. 12,000-ലേറെ വേദികളിൽ അവർ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. മലയാള നാടകവേദിക്ക് നൽകിയ സമഗ്രമായ സംഭാവനകൾ പരിഗണിച്ച് 2008-ൽ SL പുരം സദാനന്ദ പുരസ്കാരം അവർക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇവരുടെ ആത്മകഥ, ഇവരുടെ നാടകവും ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വളരെ ശ്രദ്ധേയമായൊരു ഗ്രന്ഥമാണ് ജീവിതത്തിന്റെ അരങ്ങ് എന്ന് പറയുന്ന ആത്മകഥ. ആ ആത്മകഥയിൽ അവർ അന്ന് അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും ഒക്കെ വിവരിച്ചിട്ടുണ്ട്. മികച്ച നാടക നടിക്കുള്ള കേരള സംസ്ഥാന സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം 2002-ൽ ലഭിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള SL പുരം സദാനന്ദ പുരസ്കാരം, മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2011-ൽ. അതുപോലെ തന്നെ ഇവര് ജീവിതത്തിൽ അനുഭവിച്ച വളരെ പ്രയാസങ്ങളുണ്ട് പല ഘട്ടങ്ങളിലും. ഒരു സന്ദർഭം പറയുന്നത്
വയസ്സിൽ അവർ വിവാഹം കഴിഞ്ഞു. 47 വയസ്സുള്ള ഒരാളാണ് വിവാഹം കഴിച്ചത്. 5 ദിവസമേ അയാളോടൊപ്പം ജീവിച്ചിട്ടുള്ളൂ. എന്നിട്ട് അയാളോട് കടക്കട പുറത്ത് എന്ന് പറഞ്ഞ അയാളെ പുറത്താക്കിയിട്ടാണ് അവര് സ്വന്തം ഒറ്റയ്ക്ക് പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മരിക്കാൻ ശ്രമിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു സന്ദർഭത്തിൽ അതിൽ നിന്ന് അവരെ പിന്തിരിച്ചുകൊണ്ട് അവരുടെ ജ്യേഷ്ഠൻ പറഞ്ഞത് മരിച്ചു കിടക്കുകയല്ല വേണ്ടത്, ജീവിച്ചു കിടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ നിലമ്പൂര്, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള പല നാടക സംഘങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഒരു ഈ നാടക രംഗത്തേക്ക് വരുന്നത്. 16-ാം വയസ്സിൽ 1953 ആദ്യമായിട്ട് അവർ ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്കിയ എന്ന നാടകത്തിൽ ജമീല എന്ന കഥാപാത്രത്തെ ഉജ്ജ്വലമായി അവതരിപ്പിച്ചു. അപ്പൊ അവരുടെ ഒരു നിലപാടുണ്ട്: രക്ഷിക്കാൻ കഴിയാത്ത മതങ്ങൾ ശിക്ഷിക്കാനും മെനക്കെടേണ്ട, ഞാൻ അഭിനയിക്കും, ഇനി അഭിനയിക്കും എന്നവർ ഉറച്ചു പറയുന്നുണ്ട്. ഉമ്മയും മറ്റുമൊക്കെ എതിർക്കുന്നുണ്ട്, സമുദായം ഭ്രഷ്ടിക്കുന്ന ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതിനൊന്നും ഭീതിയാതെ നാടക പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ്. ഫറോക്ക് എന്റെ പ്രദേശം കൂടിയാണ്. അവിടെ 1952 ആണ് ഈ നാടകം അരങ്ങേറിയത്. അതിലവർ രംഗത്ത് വന്നു. പിന്നെ കോട്ടക്കലും തലശ്ശേരിയും ഒക്കെ 2500-ലധികം വേദികളിൽ അവർ നാടകം അവതരിപ്പിച്ചു. 1984 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 6-ാം പാർട്ടി കോൺഗ്രസിൽ നാടകം അവതരിപ്പിച്ചപ്പോൾ EMS-ഉം അതുപോലെ EMG ബാബയും മറ്റുമൊക്കെ അടുത്ത് വന്ന് ഇവരെ അഭിനന്ദിക്കുകയും ഈ രംഗത്ത് ധാരാളം സ്ത്രീകൾ ഇനിയും കടന്നു വരണം എന്നൊക്കെ പറയുകയും ചെയ്ത അനുഭവങ്ങളൊക്കെ ഉണ്ട്. നിലമ്പൂർ യുവജന സമിതിയും ആണ് ഇവർക്ക് അവസരം കൊടുത്തത്. ആ നിലമ്പൂർ യുവജന സമിതിയിലൂടെയാണ് നാടക രംഗത്ത് വരുന്നത്. മദ്രാസിലും ബോംബെയിലും ഒക്കെ നിരവധി നാടകങ്ങൾ അവതരിപ്പിച്ചു. കുറെ കാര്യങ്ങളുണ്ട്. KT മുഹമ്മദിന്റെ നാടകങ്ങളിൽ വരുന്ന KT മുഹമ്മദുമായിട്ട് പരിചയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സൃഷ്ടി, കരിമ്പുരങ്ങ്, ഇത് ഭൂമിയാണ്, കാഫിർ, ഈ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഉള്ളത് പറഞ്ഞാൽ, അതുപോലെ മതിലുകൾ, തീക്കനൽ തുടങ്ങിയ നാടകങ്ങളൊക്കെ അവർ അഭിനയിക്കുന്നു. അവർ പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നാടകം AK അയ്മൂലിന്റെ മതിലുകൾ എന്നൊരു നാടകമാണ്. അതിൽ ലക്ഷ്മി അമ്മ എന്നൊരു കഥാപാത്രമാണ് താൻ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. കുട്ടിക്കുപ്പായം എന്ന സിനിമയിലൂടെയാണ് ഒരു രംഗത്ത് കുട്ടിക്കുപ്പായം അതുപോലെ കണ്ടം വെച്ചുകൊണ്ട് ധാരാളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം 100ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പിന്നെ പാസഞ്ചർ, ബാല്യകാല സഖി, ആലിഫ്, ഷേക്സ്പിയർ MA മലയാളം, കമ്പാർട്ട്മെന്റർ, ദുബായിക്കാരൻ, നിക്കാഹ്, ഖലീഫ, മട്ടാഞ്ചേരി, കൂടെ, പന്ത്, വയറിൽ, കക്ഷ്യമിടിപ്പുള്ള, ഉടലാഴം, ഓമക്കുയിൽ പാടുമ്പോൾ ഇങ്ങനെ സിനിമകൾ അഭിനയിച്ചു. 1983 അവർ ഗൾഫിലേക്ക് പോയി. 18 വർഷത്തോളം അവിടെ ഗൾഫിൽ സൗദി അറേബ്യയിൽ ഒരു ഗദാമി എന്ന രീതിയിൽ ഒരു വീട്ടു ജോലിക്കാരിയായിട്ട് ജീവിച്ച അനുഭവമൊക്കെ അവർ പറയുന്നുണ്ട്. ഇങ്ങനെ അവരെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. സമയത്തിന്റെ ഒരു പരിമിതിയായിട്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു പ്രശസ്ത വ്യക്തിയെ, ഒരു വലിയ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകയെ, ഒരു കലാകാരി നമ്മുടെ ഈ ക്യാമ്പസിൽ ഈ ഒരു സാഹിത്യയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലഭിച്ചതിൽ അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഞാൻ പറഞ്ഞു ഡോക്ടർ സുഷമ, നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറാണ്. ഔപചാരികതയുടെ പേരിൽ ടീച്ചറെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാഹിതി 2025 റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഡോക്ടർ അശോക് A. സാറാണ്. മാഷെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിഭാഗം ഞാൻ പറഞ്ഞു നിലമ്പൂർ ആയിഷ, പിന്നെ സാഹിതി കൊളാഷ് പ്രകാശനുണ്ട്. ഭരതമാഷ് ഇവിടെ വേദിയിലില്ല. മാഷ് തിരക്കുള്ളതുകൊണ്ട് മാഷ് എത്തിച്ചേർന്നിട്ടില്ല. ഡോക്ടർ KM രജിസ്ട്രാർ ഇൻചാർജാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് ഡോക്ടർ KM അനിൽ, ഡയറക്ടർ IQAC മലയാള സർവകലാശാല, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ധന്യ R, ധ്രുവാദ സമിതി അംഗം, മലയാള സർവകലാശാല, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥി യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്യാം ശങ്കർ M, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മൾ ഈ സാഹിത്യയുടെ ഭാഗമായിട്ട് സാഹിത്യ മത്സരം നടത്തിയിരുന്നു. കഥ, കവിത, രചനാ മത്സരങ്ങൾ. അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ സമ്മാനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. അത് ഈ മത്സരങ്ങളൊക്കെ ഏകോപിച്ചുകൊണ്ട് അതിന്റെ മൂല്യനിർണ്ണയവും മറ്റു കാര്യങ്ങളൊക്കെ ഏകോപിച്ച് പ്രിയപ്പെട്ട ഡോക്ടർ അൻവർ അബ്ദുൾ മാഷാണ്. മാഷെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മത്സരത്തിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്നത് ഡോക്ടർ NP മുഹമ്മദ് റാഫി മാഷാണ്, ജനറൽ കൺവീനർ സാഹിതി. മാഷെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ
2 ദിവസങ്ങളായിട്ട് ഇവിടെ വിവിധ കലാലയങ്ങളിൽ നിന്ന്, സർവകലാശാലകളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന് ഒക്കെ വന്നു ചേർന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ട്. അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുണ്ട്. വിവിധ പഠന സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നമ്മുടെ സർവകലാശാലയിലെ അനധ്യാപകരെയും അതുപോലെ ഈ സാഹിത്യയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന സാഹിത്യപ്രേമികളായ നാട്ടുകാരെയും എല്ലാവരെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇതേ തുടർന്ന് നമുക്കിവിടെ ഒരു ഗസൽരാവ് അവതരിപ്പിക്കുന്നത് നിസ അസീസി സംഘമാണ് അവതരിപ്പിക്കുന്നത്. അതിന്റെ കാര്യങ്ങൾക്ക് എത്തിച്ചേർന്ന കലാകാരന്മാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇനി ദീർഘമായിട്ട് പോകുന്നില്ല. ഈ ചടങ്ങ് ഇത്രയും ഭംഗിയായിട്ട് സംഘടിപ്പിക്കാൻ നമ്മളോടൊപ്പം നിന്ന് കുറെ ഇതിന്റെ സമിതികളിൽ, അത് പേരെടുത്ത് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതിന്റെ 8ഓളം കമ്മിറ്റികൾ ഇവിടെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ പൂർണ്ണമായ പിന്തുണ കൊണ്ടാണ് ഇത്രയും വലിയ വിജയമായത്. അതുപോലെ തന്നെ ഗവേഷകർ എടുത്തു പറയാവുന്ന ജിനു, അതുപോലെ ഷിജോ വിൽസൺ, മെൽവിയ, അങ്ങനെ തുടങ്ങിയ പ്രദീപ്, വിഷ്ണു, സ്വപ്ന, അങ്ങനെ കുറെ ഗവേഷക വിദ്യാർത്ഥികളൊക്കെ വളരെ സജീവമാണ്. അതുപോലെ വിദ്യാർത്ഥി യൂണിയൻ എല്ലാ ഘട്ടത്തിലും നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പഠന സ്കൂളുകളിലെ അതിഥി അധ്യാപകർ അവരൊക്കെ തന്നെ രതീഷ് ശങ്കർ മാഷായാലും ശിവപ്രസാദ് മാഷായാലും അടക്കമുള്ള എല്ലാവരും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഒരു നല്ല കൂട്ടായ്മയായിരുന്നത്. ഇത് തന്നെ തുടർന്ന് വരുന്ന വർഷങ്ങൾ നമുക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഈ കൂട്ടായ്മയിൽ സാഹിത്യം പമ്പിച്ച വിജയമാക്കിയ എല്ലാവർക്കും ഞാൻ സ്വാഗതമാണ് പറയുന്നതെങ്കിലും എൻ്റെ സ്നേഹം, നന്ദി, കടപ്പാടൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ എൽ സുഷമ ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആധ്യക്ഷനായി മലയാള സർവകലാശാല ആദരണീയ വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ടീച്ചറെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 8 ദിവസം നീണ്ടു നിന്നിരുന്ന വലിയൊരു പരിപാടി സാഹിത്യം. 2 ദിവസമാണ് നമ്മൾ പുറത്തുനിന്നുള്ളവരെ കേട്ടിരുന്നെങ്കിലും നിങ്ങൾ എത്രയോ ദിവസത്തെ ഒരുക്കങ്ങളാണ്. തലേ ദിവസത്തെയൊക്കെ ഇവിടെ റീലായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ നല്ല പരിശ്രമം സാഹിത്യത്തിന്റെയും സാഹിത്യ വിഭാഗവും മാത്രമല്ല, ക്യാമ്പസ് മുഴുവൻ തന്നെ സ്റ്റുഡൻസ് യൂണിയൻ എല്ലാവരും ചേർന്ന് ഒത്തൊരുമയോടെ ഭംഗിയായിട്ട് വിജയിപ്പിച്ചു സാഹിത്യം. അതിൽ അന്തസ്സായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് ജയകുമാർ തുടങ്ങിയത്. അത് 2017 ആയപ്പോഴേക്ക് നിന്നുപോയി. അതിലേക്ക് വീണ്ടും അത് ആരംഭിക്കുമ്പോൾ അതേ ഗൗരവത്തോടെ, അതേ ശക്തിയോടെ, സൗന്ദര്യത്തോടെ കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് നമ്മൾ ഭയന്നിരുന്നെങ്കിലും നമുക്ക് ബഡ്ജറ്റ് കുറവാണ്, കാര്യങ്ങളൊക്കെ, എന്നിട്ടും അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാനും 3 വേദികൾ ഒരുക്കിയപ്പോ ഭയപ്പെട്ടിരുന്നു. 3 വേദികൾക്കുള്ള കുട്ടികളെ കിട്ടുമോ? കാരണം നിങ്ങൾ അങ്ങനത്തെ പരിപാടികൾ കാണുന്നുണ്ടോ, ഒരിടത്ത് തന്നെ ഇട്ടുപോകുമോ, അത്തരത്തിൽ സംശയമായിരുന്നില്ല. കേരളത്തിൽ പല സർവകലാശാലയിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒക്കെ ആയിട്ട് വിദ്യാർത്ഥികൾ വരികയും അവരും നമ്മളുടെ അതേ താളത്തിൽ നിൽക്കുകൊണ്ട് നമ്മളോട് പങ്കെടുക്കുകയും സംവാദങ്ങൾ കഴിഞ്ഞ് പല പരിപാടി കഴിഞ്ഞിട്ടും എന്റെ അടുത്ത് ഞാൻ കണ്ട എല്ലാ വിദഗ്ധരും പറഞ്ഞത് സംവാദം നന്നായിരുന്നു, ട്രാൻസ്ലേഷന്റെ ഇതിൽ ചെല്ലുമ്പോൾ ട്രാൻസ്ലേഷൻ നന്നായിരുന്നു, ജാനുവിന് സന്തോഷം ഉണ്ടായിട്ടുണ്ട്, ഹമീദ് ചേർന്നതിൽ ചർച്ച വന്നു. എല്ലാ ഫീൽഡിലും എല്ലാ ദിവസവും നമുക്ക് ഭംഗിയായിട്ട് 2 ദിവസം കൊണ്ടുപോകാൻ കഴിഞ്ഞു. വന്നവർക്കെല്ലാം പങ്കെടുത്തതിൽ സന്തോഷം അനുഭവപ്പെട്ടു. കാരണം നിങ്ങൾ ബുദ്ധിപൂർവ്വം സംവാദത്തിലും മറ്റും ഇടപെട്ടു. അത് വളരെ ഒരു വിജയമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അറിയാം. സാഹിത്യ വിഭാഗത്തിന്റെയും സ്കൂൾ അധ്യാപകർക്ക് അറിയാം. ഇത് ഓരോന്നും കൊണ്ടുപോകുന്നതിന് വന്ന പലവിധ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ വിജയിപ്പിച്ചു. മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും എല്ലാവരും ഏറ്റെടുത്തു. അത് നമ്മളുടെ ഒരു വിജയമാക്കാൻ കഴിഞ്ഞു. ഈ ഒരു രീതി ഇനി നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. അടുത്ത മാസം സംസ്കൃതി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം തീർച്ചയായിട്ടും. ഇന്ന് നമുക്ക് ഐഷാത്തയാണ് വന്നത്. എന്റെ ബഹുവശ് ഐഷാത്തയെ പറ്റി വളരെ വിസ്തരിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കാണുന്നത് ഒരു നാടക നടിയല്ല.
ഇതൊരു രാഷ്ട്രീയ പ്രവർത്തകയായ നാടകം തന്നെയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നാടകങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നിങ്ങളെന്നെ ഒരു മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞ ഇച്ചൊരു മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞ നാടകം മനുഷ്യനല്ലാതിരുന്ന ഒരു സമൂഹത്തെ മനുഷ്യനാക്കാൻ വേണ്ടി അത് 1000-ഓളം വേദികളിലാണ് വേഷയിട്ടത്. ഒരു ദിവസം 3 സ്ഥലത്തൊക്കെ വേദികളിൽ പോയിരുന്നു. അന്ന് നമ്മളുടെ റോഡിന്റെ സ്ഥിതി ആലോചിച്ച് നോക്കും, വണ്ടിയുടെ സ്ഥിതി ആലോചിച്ച് നോക്കും, എന്താ പറയാ ഗ്രീൻ റൂമോ വല്ലതും ഉണ്ടോ, വേഷം മാറാൻ അല്ലെങ്കിൽ അടുത്ത റോഡിലേക്ക് വരാൻ, ഇതൊക്കെ ഓടി പിടിച്ച് നടന്ന് ചെയ്ത ഒരു ധീരയായ വ്യക്തിയാണ്. അവർ നിന്ന സമൂഹം അക്കാലത്ത് കല്ലെറിയുകയും തോക്കെടുത്ത് വെടിവെക്കുകയും ഒക്കെ ചെയ്തിട്ടും അതിൽ നിന്ന് പിന്തിരിയാതെ രാഷ്ട്രീയ ബോധത്തോടെ ജനങ്ങളെ അത്തരത്തിൽ കണ്ടുകൊണ്ട് നാടകം വെറും ഒരു അഭിനയത്തിന്റെ മേഖല മാത്രമല്ലാതെ ഇന്നും സംസാരിക്കുമ്പോൾ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആവേശം വരികയാണ്. എന്റെ ആവേശം എന്നൊക്കെ എന്നോട് പറഞ്ഞത്. ആവേശത്തോടെ സംസാരിക്കുന്ന അഭിഷാദയാണ് നമ്മളുടെ അടുത്ത് വന്നിട്ടുള്ളത്. 25 രൂപയൊക്കെയാണ് നാടകത്തിന് അഭിനയിച്ചപ്പോ കിട്ടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, 25 രൂപ. സിനിമയിൽ അഭിനയിച്ചപ്പോ 1000 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് അഭിഷാദ വന്ന് 1000 രൂപ വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കാലം എത്ര സഞ്ചരിച്ചു. നമ്മുടെ ലോകബോധത്തിലും നാടകത്തിലും സിനിമയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ മാറ്റങ്ങളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ഒപ്പം നടക്കുന്ന വ്യക്തിയാണ് ഐഷാത്ത. ഐഷാത്തയുടെ അനുഭവത്തിന്റെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുക. ഐഷാത്തയെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ദർശനിയിൽ വന്നിരുന്നു. അന്ന് നിങ്ങൾ കണ്ടാണ്. ഇന്നും ഇപ്പൊ എന്റെ മുന്നിൽ കാണിച്ചു. അഭിനയം പറഞ്ഞാൽ പഴയ അഭിനയം അങ്ങനെ നിൽക്കണം ശബ്ദത്തിൽ. തീർച്ചയായിട്ടും പാട്ടും ആട്ടവും ഉണ്ടെങ്കിലേ അന്ന് നടിയാകാൻ പറ്റും. ഇന്നത്തെ പോലെ ശബ്ദം നമ്മുടെ ഭാഗ്യലക്ഷ്മി ഒന്നും ഒരിക്കലും രംഗത്ത് വരാതെ ശബ്ദം മാത്രം കൊടുക്കണം. അന്ന് അങ്ങനെയല്ല, പാടണം, പാടണം, അഭിനയിക്കണം. ആ അഭിനയമൊക്കെ നിൽക്കണം. വെളിച്ചം അത്രയല്ലേ ഉള്ളൂ. ആ ശബ്ദത്തിന്റെ ഒക്കെ ശക്തിയിൽ ഓക്കെ മൈക്രോഫോൺ ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് പോലും അഭിനയിച്ച ഐഷാത്തയെ വളരെ ബഹുമാനത്തോടെ സംസാരിക്കാനായി നിലമ്പൂർ ആയിഷ 1950-കളിൽ കേരളത്തിൽ ആരംഭിച്ച രാഷ്ട്രീയ നാടക പ്രസ്ഥാനങ്ങളിലൂടെയാണ് നിലമ്പൂർ ആയിഷ അരങ്ങിലെത്തുന്നത്. EK അയ്യപ്പന്റെ ഇത് നല്ല മനസ്സിലാക്കാൻ നോക്ക് ആയിരുന്നു ആദ്യ നാടകം. സാഹിത്യയുടെ വേദിയിലേക്ക് നിലമ്പൂർ ആയിഷയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വേദിയിലിരിക്കുന്ന പ്രശസ്തരും പ്രഗത്ഭരുമായ വ്യക്തിത്വങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അഗൈതവുമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. പവിത്രമായ ഈ ഭാരതത്തിൽ ജന്മം കൊണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ നമ്മുടെ നാടിന്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. തപിക്കുന്ന മനുഷ്യരുടെ ചോരവുകൾ മുതിർന്ന ഈ യുഗത്തിന്റെ പൊട്ടിച്ചിരിയും നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ. നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവുറങ്ങുന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് നന്യമായി കൊണ്ടിരിക്കുക. ഒരു 10-40 നൂറ്റാണ്ടുകൾ അല്ല വർഷങ്ങൾക്ക് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവതലമുറകൾ കൽഗുണമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടകക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരുപാട് കാലഘട്ടങ്ങളിൽ ഞാൻ പങ്കാളിയാണ്. പിന്നെ കുറെ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമയല്ല, ഞാൻ വിശ്വസിക്കുന്നത് നാടകത്തിലൂടെയാണ് മനുഷ്യനെ ബോധവൽക്കരിക്കണം നടക്കാൻ കഴിയുക. അത് നമ്മൾ നേരിട്ടുള്ള സംവേദമാണ്. മറ്റത് നമ്മളുടെ രൂപം മാത്രമാണ്, അഭിനയിച്ച് കഴിഞ്ഞിട്ടുള്ള രൂപം മാത്രമാണ്. ഇത് നേരിട്ടുള്ള സംവേദമാണ്. പവിത്രമായ ഈ ഭാരതത്തിൽ ജന്മം കൊണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്മുടെ നാടിന്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അങ്ങേയറ്റം ചിന്തിക്കുന്നു. തപിക്കുന്ന മനുഷ്യരുടെ ചോരയിൽ കുതിർന്ന ഈ യുഗത്തിന്റെ പൊട്ടിച്ചിരിയും നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ. നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവുറങ്ങുന്ന ഗ്രാമങ്ങൾ പോലും അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ പോലെ ഒരുപാട് സ്കൂളുകളും അതുപോലെ തന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് നല്ല മനുഷ്യരുടെ മാഷന്മാരും ടീച്ചർമാരെയാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി.
ഇനിയും ഈ നാട്ടിൽ വരണം, ഇനിയും ഞാൻ ഇവരുമായി പങ്കെടുക്കണം എന്ന് എനിക്ക് മനസ്സ് തോന്നുകയാണ്. എന്താണ് അത്രയ്ക്ക് സൗമ്യമായിട്ടുള്ള സംസാരം. അവർ കുട്ടികളോട് ഒരു ദേഷ്യമായിട്ട് കൂടി പറയുന്നത് കേൾക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദേഷ്യപ്പെടും. ആ ദേഷ്യത്തോടെ ഇല്ലാതെ ഇങ്ങനെ നടക്കുന്ന ഒരു കോളേജ് ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴും കണ്ടു, ഇപ്പോഴും അതേപോലെ തന്നെ. അപ്പൊ അതൊക്കെ എന്തൊരു സന്തോഷമാണ്. മനുഷ്യനെ ബോധവൽക്കരണം നടത്തേണ്ടത്, മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. ചില ആളുകൾ വെറുതെ ഒച്ചപ്പിടിണ്ടാക്കിയിട്ട് ഇപ്പൊ നമ്മളുടെ പത്രങ്ങൾ എടുത്ത് വായിച്ചാൽ തന്നെ എന്തോ ഒരു വേദനാജനകമായ സംഭവങ്ങളാണ് നമ്മൾ അറിയുന്നത്. അതൊക്കെ അറിയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവുകയാണ്. പടച്ച നമ്പുരാനെ, ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട്. ഞാനൊക്കെ ജനിച്ചത് എന്റെ വാപ്പയ്ക്ക് നല്ല സ്വത്തുള്ള കാലത്താണ്. അത് ഓഹരി വെച്ച് എന്റെ ഉമ്മ കൊടുക്കുകയായിരുന്നു. അങ്ങനെ ആ ഓഹരി വെച്ച് പട്ടിണിക്കാരൻ നോക്കിയാണ് ഞങ്ങൾ വാപ്പകളായത്. അങ്ങനെയാണ് ഞങ്ങൾ വാപ്പകളായത്. അതുകൊണ്ടാണ് എന്റെ ഉമ്മ മരിക്കുന്നത് വരെ എല്ലാ ആളുകളും അമ്മയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി നമുക്ക് ദൈവം തന്നിരിക്കും. ദൈവം അല്ലെങ്കിൽ അത് വേറെ മനുഷ്യരിലൂടെ നമ്മൾക്ക് തന്നിരിക്കും. അതാണ് നല്ല മനുഷ്യരുടെ സ്വഭാവം. ആ സ്വഭാവത്തിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് വിജയിച്ച് എല്ലാ സ്ഥലങ്ങളിലും എത്താൻ ചിന്തിച്ചത്. എല്ലാ സ്ഥലങ്ങളും നോക്കിയാലും ഞങ്ങൾ ഈ കോളേജിൽ പഠിച്ച കുട്ടികളാണ്, ഞങ്ങളാണ് ഇവിടുത്തെ ടീച്ചേഴ്സ്, ഞങ്ങളാണ് ഇവിടുത്തെ ആളുകൾ എന്ന് പറയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത് ഞാൻ 10 വട്ടം പറയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അതേ പറഞ്ഞിട്ടുണ്ടോ. കാരണം ഇവിടെ നല്ല അച്ചടക്കം, ആ അച്ചടക്കത്തോടെ തന്നെ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള ജിജ്ഞാസ, അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ കാണുന്ന കുട്ടികൾ നല്ല നിലയിൽ വരുമ്പോൾ നമ്മുടെ ലോകത്തിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ അച്ഛനമ്മമാർക്ക്, ഉമ്മമാർക്ക് അവർക്കുള്ളൊരു സന്തോഷം, ആ സന്തോഷമാണ് നമ്മൾക്ക് എന്നും നിലനിർത്തേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കുട്ടികളും വളർന്നു വരുന്ന യുവതലമുറ ആലോചിക്കണം. ഞങ്ങൾക്ക് ഉമ്മയും ബാപ്പയും ഉണ്ട്, അവർക്കൊരു സ്നേഹം കൊടുക്കാനെങ്കിലും ഞങ്ങളുടെ ഈ വിദ്യാഭ്യാസ മേഖലയിലൂടെ ഞങ്ങളെ ഉയരത്തിലേക്ക് പറപ്പിച്ചു തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ശക്തി കൂടെ നിങ്ങൾക്ക് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഇന്നത്തെ ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നിലമ്പൂർ ആയിഷയ്ക്കുള്ള സാഹിതിയുടെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട വൈസ് ചാൻസലർ പാടി പാടി തളരുന്ന മോളെ കാണും ഒരു നല്ല നാളെ, കാണും ഒരു നല്ല നാളെ. ബാക്കിയൊക്കെ പാടാൻ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതെന്താ ഞാനൊരു പാട്ട് പാടുന്നത് വിചാരിച്ചിരുന്നു. ആശിച്ച പോലെ നടക്കൂല, ഇപ്പൊ പൂമതും പണ്ട് കൊടിക്കൂല, തീരിയും പാമ്പും വിണങ്ങൂല, തളിരായ കൽപ്പതറിയൂല, താമര പൂമുഖം പാടണ്ട, തളിരേ തകരാറിന് പോകണ്ട, മാറും മുതലും നിനക്കുണ്ട്, തറവാടും പകീസം കഴുത്തുണ്ട്, തലമറന്നെണ്ണനി തേകണ്ട, ആ പ്രത്തിനെ മാടി വിളിക്കണ്ട, പണവും പ്രതാപവും ഒത്തുള്ള പുതുമാരൻ നിനക്കിവരും മുല്ലേ. ഈ പാട്ട് പാടിയോടെ ഞാനൊക്കെ നടത്തിയിരുന്നതും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ നാടകത്തിൽ വരുമ്പോൾ. അതേപോലെ തന്നെ ഒരുപാട് നാടകങ്ങൾ അഭിനയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായി. അതൊക്കെ മനുഷ്യനെ ബോധവൽക്കരണം നടത്തുന്ന നാടകങ്ങളായിരുന്നു. അപ്പോൾ ഇനിയും ഞാൻ അതിന്റെ ഒരു നാടകമാണ്
ഒരു നാടകത്തിന് ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരാളെ അടിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് പറഞ്ഞത്, ഇല്ല ചത്തിട്ടില്ല, അത് പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നീ ആരുടായിട്ട് ചോദിക്കില്ല, ഞാൻ വിചാരിച്ചാൽ നിന്റെ തല കൊയ്യാൻ എനിക്ക് കഴിയണം. എന്താണ് നീ വിചാരിച്ചത്? എന്തൊക്കെ വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പാവങ്ങളോട് കൊടുത്തു തരാ പോരെ. ആവശ്യമുള്ള സാഹിത്യയുടെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ടീച്ചറെ ക്ഷണിക്കുന്നു. സാഹിതി 2025 റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സാഹിത്യരചന സ്കൂൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശോക് എലിക്രോസ് മാഷി ക്ഷണിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട നിലമ്പൂർ ആയിഷ, ഭൂമി ഘോഷരായിരിക്കുന്ന ബാബുരായ മാഷ്, റാഫു മാഷ്, ശ്യാം, സദസ്സിൽ ഘോഷരായിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2014 സാഹിതി അന്തർ സർവകലാശാല സാഹിത്യോത്സവം ആരംഭിക്കുന്നത്. ഈ സാഹിതിയുടെ ഒരു പൈലൈനായി കൊടുത്തിരിക്കുന്നത് പോലെ സാഹിത്യോത്സവത്തിന്റെ 11 വർഷങ്ങളാണ്, 11ാമത്തെ വർഷമാണ് ഈ ലക്കം സാഹിതി 2025 സാഹിതി. കഴിഞ്ഞ ഒരു 4 വർഷമായി സാഹിതി കോവിഡാനന്തര കാലഘട്ടം, കോവിഡ് വന്ന് കവർന്നതുകൊണ്ട് കഴിഞ്ഞ 4 വർഷം സാഹിതി നടന്നിട്ടില്ല എന്നത് ഒഴിവാക്കിയാണ്. ആദ്യത്തെ വൈസ് ചാൻസലറായിരുന്ന കെ ജയകുമാർ സാറിന്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ സാഹിതി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരശാല എന്ന പേരിൽ നമ്മുടെ ഓപ്പൺ സ്റ്റേജിൽ ഒരു സ്റ്റേജൊക്കെ കെട്ടി ഒരു വേദി തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ആ വേദി ആ സ്ഥലത്തായിരുന്നു അന്നത്തെ പ്രധാന വേദി എന്നത് വളരെ യാദൃശ്ചികതയുള്ള ഒരു കൗതുകമാണ്. ഈ സാഹിതിയിലേക്ക് വരുമ്പോൾ ഈ സാഹിതി സാധാരണഗതിയിൽ സാഹിതി നടന്നുകൊണ്ടിരുന്നത് ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമോ അതിനോടനുബന്ധിച്ചുള്ള തീയതികളിലോ ആയിരിക്കും. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ഈ വർഷം സാഹിതി ഫെബ്രുവരി 24, 25 തീയതികളിൽ നടത്തിയത്. ഈ അർത്ഥത്തിൽ മറ്റെവിടെയെങ്കിലും ഒരു അന്തർ സർവകലാശാല സാഹിത്യോത്സവം നടക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. വാസ്തവത്തിൽ മലയാള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സാഹിത്യ സംബന്ധമായ അഭിരുചികളെ പരിപോഷിപ്പിക്കുന്നതിന് നിരവധി പദ്ധതികൾ സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു സാഹിത്യോത്സവത്തിന്റെ നടത്തിപ്പിൽ വിദ്യാർത്ഥികളെ മുഴുവൻ പങ്കാളികളാക്കുക എന്നത് സവിശേഷമായ ഒരു കാര്യമാണ്, സവിശേഷമായ ഒരടയാളപ്പെടുത്തലാണ്. ഇത്തവണ ഈ എഡിഷൻ സാഹിതിയുടെ 2025 എഡിഷനിൽ 2 ദിവസമായി ചുരുങ്ങി എന്നത് ഒഴികെ മറ്റൊരു തരത്തിൽ സാഹിതി 2 ദിവസമായി ചുരുങ്ങി എന്നതൊഴികെ സാഹിതിയുടെ കെട്ടിലും മട്ടിലും വലിയ കുറവുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
എനിക്ക് ഓർമ്മയുണ്ട് 2014 സാഹിതി മുതൽ ഞാൻ മലയാള സർവകലാശാലയിലെ സാഹിതിയുടെ ഒരു ഭാഗമാണ്. ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് നടന്ന സാഹിതികളൊന്നും പൊതുസമൂഹം ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് വളർന്ന സാഹിതികൾ ഈ വർഷം എടുത്തു പറയേണ്ട ഒരു കാര്യം, അത് ആദ്യമേ തന്നെ അടയാളപ്പെടുത്തണമെന്ന് കരുതിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ സാഹിതി വിഭാവന ചെയ്തപ്പോൾ 3-ലധികം വേദികൾ, 50-ലധികം എഴുത്തുകാർ, 20-ലധികം സെഷനുകൾ, 500ഓളം പ്രതിനിധികൾ എന്നതായിരുന്നു നമ്മുടെ ഒരു സങ്കല്പം. വേദികളുടെ കാര്യത്തിൽ ഏറ്റക്കുറിച്ചില്ല, എഴുത്തുകാരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും 50 കഴിഞ്ഞു. നമ്മൾ ഇതിന്റെ അമുഖത്തിൽ ആദ്യത്തെ പേര് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 50 എഴുത്തുകാരെന്നാണ്. പക്ഷെ വാസ്തവത്തിൽ 60 എഴുത്തുകാർ ഇവിടെ പല സെഷനുകളിലായി വന്നുപോയി എന്നുള്ളതാണ് പറയുന്നത്. 20-ലധികം സെഷനുകൾ, ശരിക്കും പറഞ്ഞാൽ 24 സെഷനുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 500ഓളം പ്രതിനിധികൾ എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഈ കണക്കുകൂട്ടലുകളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ ഏതാണ്ട് 400 പേർ ഈ സാഹിതിയുടെ പല സെഷനുകളിലായി പങ്കെടുത്തു എന്നുള്ളതാണ് എനിക്ക് അഭിമാനപൂർവ്വം പറയാനുള്ളത്. അതിന്റെ ചില കുഴപ്പങ്ങൾ ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന അധ്യാപകർ എന്ന നിലയിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുമുണ്ട് എന്ന കാര്യം സ്വകാര്യമായി കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് കുറവോ ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഏതാണ്ട് ഇന്നലെയും ഇന്നും കൂടി ഏതാണ്ട് ഒരു 600-ലധികം പേർ ഈ സാഹിത്യയുടെ വിവിധ സെഷനുകളിൽ പങ്കാളിയായി. ഇന്നത്തെ ദിവസം ഞാൻ പല വേദികളിലും ചെന്നപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് മുമ്പുള്ള പല സെഷനുകളിലും ഇരിപ്പിടമില്ലാതെ പലരും നിന്ന് സെഷനുകൾ കാണുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും മലയാള സർവകലാശാലയെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണ്. അതേസമയം തന്നെ നമ്മുടെ പല ക്ലാസ് മുറികളിലും ഈ തിരുവാതിര കളിയുടെയും ഒപ്പനയുടെയൊക്കെ പ്രാക്ടീസ് നടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയും ചില കുട്ടികൾ ക്യാമ്പസിൽ ഉണ്ടാവും, അങ്ങനെയും ഉണ്ടാവണമല്ലോ. അതും ഇതിന്റെ ക്യാമ്പസിന്റെ ഒക്കെ ഭാഗമാണ്, അതും സാധ്യതയുടെ ഭാഗമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഈ ഇത്രയുമാണ് ഇതിന്റെ സ്റ്റാറ്റിക്സ്. ഈ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ, നിരവധി വിദ്യാർത്ഥി സുഹൃത്തുക്കൾ രാപകലയെ വളരെ കഷ്ടപ്പെട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാഹിത്യം ഒരു വിജയമാക്കാൻ വേണ്ടി പരിപൂർണമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അറിയാവുന്നത് സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെയും പേര് വായിക്കണം എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. പക്ഷെ മുഴുവൻ പേരുടെ പേര് മുഴുവൻ പേരുടെ പേരൊക്കെ എഴുതി രേഖപ്പെടുത്തേക്ക് കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മുഴുവൻ പേരുടെ പേരും ക്ലാസ് ഫോൺ നമ്പറൊക്കെ ഞാൻ ആവശ്യപ്പെട്ടത് ഇതിനു വേണ്ടിയായിരുന്നു. പക്ഷെ തൽക്കാലം നമ്മൾ സമയക്കുറവ് മുഴുവൻ പേരും വായിക്കുന്നു. എങ്കിലും ഗണേഷ് മാഷിന്റെ നേതൃത്വത്തിൽ, ഗായത്രിയുടെ നേതൃത്വത്തിൽ, നമ്മുടെ ചെയർപേഴ്സണായ ഗായത്രിയുടെ നേതൃത്വത്തിൽ അനുശ്രീ, പിത, ശാരിക, അഖിലിത, രേഷ്മ, നിത്യലക്ഷ്മി, ദൃശ്യ, അനക, മഞ്ജുഷ, യാസിൻ എന്നിവരൊക്കെ ഉൾപ്പെട്ട പ്രോഗ്രാം കമ്മിറ്റിയുടെ ഇടപെടലും നടത്തിപ്പും അഭിനന്ദനാർഹം തന്നെയാണ്. എനിക്ക് ആകെ ഒരു പ്രയാസം നേരിട്ടത് ഇന്നത്തെ ദിവസം 11:30 തീരേണ്ട ഒരു സെഷൻ 12:15 തീരാതെയായി എന്നതാണ് ആകെ അവരുടെ കയ്യിൽ നിന്ന് പോയ ഒരു സംഗതി. അത് ഞാൻ എണ്ണിയപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 5 പ്രാവശ്യം അവർ കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 9 പേപ്പറിൽ എഴുതി കൊടുത്തു, നിർത്തണം. സാധാരണ ഞങ്ങളൊക്കെ ചുരുക്കണം എന്ന് എഴുതി കൊടുത്തത്, നിർത്തണം എന്ന് എഴുതി കൊടുത്തതൊക്കെ ഞാൻ കണ്ടു. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ കൺവീനർ നേരിട്ട് വന്നിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചിട്ട് പോകുന്നതും കണ്ടു. അതൊഴികെ
പ്രോഗ്രാം കമ്മിറ്റി സവിശേഷമായി കൃത്യനിഷ്ഠയോടുകൂടി അച്ചടക്കത്തോടുകൂടി പ്രോഗ്രാം നടത്തി എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മന്യ ശ്രുതി, അംജദ് ഖാൻ, ആസിഫ് സക്കീർ, സ്വപ്ന എന്നിവരുടെ നേതൃത്വത്തിലുള്ള രജിസ്ട്രേഷൻ കമ്മിറ്റി, അതുപോലെ രാധാകൃഷ്ണൻ മാഷ് നേതൃത്വം കൊടുക്കുന്ന താമസം ഗതാഗതം കമ്മിറ്റിയിലെ ജിബിൻ ജോർജ്, ശ്രീരാജ്, ഷിനോജ്, ഷിംജ, വിദ്യ, ആമിന, ഫിദ, വൈഷ്ണവി, നന്ദന, സഫ്വാന, പ്രദീപ്, വിഷ്ണു, ഫാത്തിമ സുർബി തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളും തീർച്ചയായും എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നേരിട്ട് എനിക്ക് അറിയാവുന്നതാണ്, നേരിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ പ്രദീപിന്റെ കാര്യം, പ്രദീപ് ഒന്നും കഴിഞ്ഞ ദിവസം ഒന്നും വീട്ടിൽ പോയിട്ടില്ല, പ്രദീപിൽ നിന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഇവരൊക്കെ പുലർച്ചെയൊക്കെ എന്നെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ അത്യാവശ്യമായി. ഇവരെല്ലാം ലൈവ് വയറുകളായിട്ട് ഇങ്ങനെ ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. അതുപോലെ തന്നെ ശിവപ്രസാദ് മാഷിന്റെ നേതൃത്വത്തിലുള്ള അനുകൂലപ്പണികൾ നമ്മൾ കാണാതിരുന്നതാണ്. കാരണം വളരെ ചെലവ് ചുരുക്കി ഈ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിയാം ഞാൻ എന്തോരം ബഹളം ഉണ്ടാക്കിയാണ് സാഹചര്യ ഗ്രൂപ്പിൽ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അപ്പോഴും ബാബുരാജ് മാഷ് പറയും ഇല്ല അതിന് പൈസ ഇല്ല, അത് ഒഴിവാക്കുകയാണ്. എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഞങ്ങൾ കൺവീനർമാർ VC ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, രജിസ്ട്രാറുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നെ സമാധാനിപ്പിക്കുകയോ എന്റെ ചോദ്യങ്ങളെ റദ്ദ് ചെയ്യുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ചൂടിക്കയറുകളും പെണ്ണിന്റെ തൊങ്ങലുകളും ഒക്കെ കൊണ്ട് അതിമനോഹരമായി അലങ്കാരപ്പണികളും പിന്നെ എന്റെ നിരന്തരമായ ആഗ്രഹം മാലകളിലൊക്കെ ഇടണം എന്നുള്ള ആഗ്രഹം ഇതൊക്കെ സാധ്യമാക്കി തന്ന ശിവപ്രസാദ് മാഷ്, ശ്രീതു, അഞ്ജു, ലക്ഷ്മി മോഹൻ, ശ്രീലക്ഷ്മി, നീതുകൃഷ്ണ, ധനീഷ്, അൻസിഫ്, ബിൻസി, കൃഷ്ണപ്രിയ, വിസ്മയ എന്നിവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എനിക്കുണ്ടായ അനുഭവം പറയാം. ഞായറാഴ്ച രാത്രി ഞാൻ ഇവിടെ ക്യാമ്പസിൽ വന്നപ്പോ 2 ചെറുപ്പക്കാർ ഒരു 10-11 മണിയായി കാണും. 11 മണിയായപ്പോ 2 ചെറുപ്പക്കാർ സ്കൂട്ടറിൽ കയറി ഇവിടുത്തെ പരിപാടി നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറയും ഇന്നത്തെ പരിപാടി, നാളെയും മറ്റന്നാളും ആണ് പരിപാടി. അപ്പൊ ഈ ലൈറ്റ് ഒക്കെ ഇടുമ്പോഴാണ് നാട്ടുകാരൊക്കെ മനസ്സിലാക്കുന്നത് ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ ഈ നമ്മള് മിന്നാമിനെ പോലെ ഇങ്ങനെ ആകർഷിക്കാനുള്ള സൂത്രപ്പണിയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ ഭക്ഷണ കമ്മിറ്റി ഷിഫാന, അഫ്യമോൾ, തസ്ലീമ, നന്ദന, അൻസിറ, മീന, ആതിര, അനുരാധ, ദിവ്യ, മുബഷീർ ഇവരൊക്കെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഒരു കുറവും വരാത്ത രീതിയിൽ ഇവിടെ ഉള്ള വിഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടത്തെ കുറച്ച് ഇല്ലായ്മകളൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അതിപ്പോ പറയേണ്ട കാര്യമില്ല. എന്നാലും ഇവര് അതൊക്കെ വെച്ചിട്ട് വളരെ ഗംഭീരമായിട്ട് ഒരു വീട്ടിൽ എങ്ങനെയാണോ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ വളരെ ഗംഭീരമായ ഒരു പ്രവർത്തനമാണ് ചെയ്തത്. ഇത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയും പ്രത്യേകിച്ച് ഞാൻ ഭക്ഷണത്തിന് ചുമതലയുള്ള ആളെന്ന നിലയിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ശുഭ ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള കലാ സാംസ്കാരിക പരിപാടിയിൽ ശ്രീകീർത്തി, ഹിബ, അനൂപ്, മിഥുല, ഷെഹറിൻ, ആദിത്യ, അഖില, അപർണ, അനുപമ, രോഹിണി, സ്നേഹ, സിംഷ കണ്ടില്ല, ഇവരെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ സാഹിത്യ മത്സരത്തിൽ കുട്ടികളാരെങ്കിലും പങ്കാളികളായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. അതിന് നേതൃത്വം കൊടുത്തതും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത അൻവർ മാഷിനെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ ആർക്കാണ് സമ്മാനമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ഓസ്കർ അവാർഡൊക്കെ പ്രഖ്യാപിക്കുന്നത് പോലെ ഇപ്പോ ഈ സമ്മാനം കിട്ടാൻ സാധ്യതയുള്ളവരെയൊക്കെ ഇവിടെ വിളിച്ചിരുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാളെ ഞാൻ അറിയാതെ പറഞ്ഞു പോകാൻ ഒരുങ്ങിയത്, പിന്നെ അപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് ഇത് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ അവരുടെ സംഘടന എനിക്കിപ്പോ കേൾക്കാം, ഇവിടെ നിന്ന് കേൾക്കാം. അപ്പൊ അത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെട്ട അന്തർമാഷം പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ പരസ്യം പ്രചരണം അതിന്റെ
ചുക്കാൻ പിടിച്ച രതീഷ് മാഷ്, ഒപ്പം ഷിനു, ഷിനോജ്, ജിനു, അമൽ സാബു, അഞ്ജലി കൃഷ്ണ, കാവ്യ, ഹുസ്ന, അഖില, ഇവരെയും മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഈ ബ്രോഷർ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഈ ബ്രോഷർ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ബ്രോഷർ ഇതിന്റെ 8ാം പതിപ്പോ മറ്റോ ആണ്. ഈ 8ാം പതിപ്പ് ഞാൻ ഒരു ആലങ്കാരികമായി പറഞ്ഞുള്ളൂ. ഇത് ഓരോ പതിപ്പ് ഇറക്കുമ്പോഴും ഒന്നുകിൽ അവരെ മാഷോ അല്ലെങ്കിൽ റാഫ് മാഷോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ ഒഴിവാക്കലുകളോ തിരുത്തലുകളോ ഒക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ഏതായാലും നന്നായി. അങ്ങനെ വെട്ടിയാണല്ലോ ഒരു നല്ലതിലേക്ക് എത്തുന്നത്. അപ്പം ആ തരത്തിൽ ഈ പരസ്യ പ്രചരണം ഇത് ചെയ്ത ഇവരെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഈ സാഹിതി എന്നുള്ള ഈ ഒരു എഴുത്ത് അതുപോലെ രാത്രി ഏതാണ്ട് 2-3 മണിവരെയൊക്കെ ഇവിടെ ഇരുന്ന് ഇതിന്റെ ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്ത ഷിബീഷ് ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. ഷിബീഷിനൊപ്പം ഉറങ്ങാതെ ജിനുവും ഒപ്പം ഉണ്ടായിരുന്നു എന്നതൊക്കെ നമ്മളെ ആഹ്ലാദിക്കുന്നതാണ്. ഷിബീഷ് ഉറങ്ങാതിരിക്കാൻ ജിനു ഉറങ്ങാതിരിക്കാൻ ഷിബീഷും. അതുപോലെ തന്നെ ഈ ഇവിടെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റീൽസ് ഉണ്ടാക്കിയ കുറെ സുഹൃത്തുക്കളുണ്ട്. അമൽ സാബുവിന്റെ നേതൃത്വത്തിൽ, എനിക്ക് അവരുടെ പേര് അറിയില്ല, പേരെന്നെ കിട്ടിയിട്ടില്ല. ഏതായാലും അതിലെ റീലുകളൊക്കെ വളരെ ഈ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായ റീലുകളൊക്കെ ചെയ്യാൻ സാധിച്ചു. അതൊരു നേട്ടമാണ്. അപ്പൊ ഇത്തരത്തില് വിദ്യാർത്ഥി പ്രതിനിധികളുടെ, സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയന്റെ ഒക്കെ പരിപൂർണമായ പിന്തുണയോടുകൂടി സർവകലാശാലയുടെ ഉത്സവമായി തീർന്ന ഒരു പരിപാടി എന്ന നിലയ്ക്ക് സാഹിതി 2025 എക്കാലത്തും ഓർമ്മിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട ചില ആൾക്കാർ, അത് നമ്മുടെ ഈ കമ്മിറ്റികളുടെ ഭാഗമൊന്നുമല്ല, നമ്മുടെ ഇത് ഡോക്യുമെന്റ് ചെയ്യുന്ന വീഡിയോ രൂപത്തിലും ഫോട്ടോഗ്രാഫ് രൂപത്തിലും ഡോക്യുമെന്റ് ചെയ്യുന്ന നമ്മൾ വിളിച്ച് നമ്മുടെ ക്ഷണപ്രകാരം എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവര്, അവരുടെ പേര് എനിക്കറിയില്ല, അവരുടെ സേവനങ്ങളെയും ഈ അവസരത്തിൽ സാഹിതി മലയാള സർവകലാശാല അങ്ങേയറ്റം വിലമതിക്കുകയാണ്. അഭിവാദ്യങ്ങൾ. ഇതിന്റെ മുന്നിലും പിന്നിലുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഒരു ഭാരമായി തീർന്ന കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട്, പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. കാരണം നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും. നിങ്ങൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന മാതൃകകൾ പലർക്കും പിന്തുടരാനും കഴിയും. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ കഴിഞ്ഞത്, നിങ്ങളിവിടെ അടയാളപ്പെടുത്തിയത്, നിങ്ങളിവിടെ നിക്ഷേപിച്ചു പോയത് തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ഈ സാഹിതി ഉദ്ഘാടനം ചെയ്തതും സാഹിതിയുടെ ഉദ്ഘാടന സമ്മേളനം അതുപോലെ സമാപന സമ്മേളനം രണ്ടുപേരും അറിവിന്റെയും കഴിവിന്റെയും വയസ്സിന്റെയും കാര്യത്തിൽ വൃദ്ധരായ രണ്ടുപേരാണ്. അത്തരത്തിൽ ഈ സാഹിതിയുടെ മുഴുവൻ ഡിസൈൻ, ഈ വൃദ്ധൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വൃദ്ധൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വൃത്തിയുള്ളവരെന്നാണ്, അതായത് ഉയർച്ച ഉള്ളവരെന്നാണ്. നമ്മൾ സാധാരണ വൃദ്ധൻ എന്ന് പറയുന്ന വയസ്സന്മാരാണ്, പ്രായം കൂടിയവരെയാണ് അങ്ങനെ പറയുന്നത്. വയോവൃദ്ധൻ എന്നുള്ളതാണ് അതിന്റെ ശരിയായ പ്രയോഗം. അറിവിലും കഴിവിലും പ്രതിഭയിലും ഒക്കെ എത്രയോ ഉന്നതിയിൽ നിൽക്കുന്ന മനുഷ്യരുൾപ്പെടെ ഇവിടെ വന്നുപോയിട്ടുണ്ട്. ഇവിടെ വന്നുപോയ മുഴുവൻ സാഹിത്യകാരന്മാരെയും സാഹിത്യകാരികളെയും പൊതുപ്രവർത്തകരെയും ഒക്കെ ഈ സമയത്ത് ഓർക്കുകയാണ്. അവരോടൊക്കെയുള്ള നന്ദി കടപ്പാടും ഒക്കെ ഈ സമയത്ത് അറിയിക്കുകയാണ്. തുടർ വർഷങ്ങളിലും സാഹിതിയെ ഇതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഞാൻ പറഞ്ഞത് ഇരുന്നപ്പോഴാണ് സൈഡിൽ നിന്ന് നെല്ല് വിളിച്ചു പറഞ്ഞു, ഇവളെ അനൗൺസ് ചെയ്യുന്ന അവരുടെ പേര് പറഞ്ഞു. ഇവരും ഇവരുടെ കൂട്ടുകാരും അനൗൺസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരാൾ പോലും സ്റ്റേജിൽ കയറുന്നുണ്ടായിരുന്നു, സംസാരിക്കില്ലായിരുന്നു. അപ്പൊ അവരുടെ സേവനത്തെ നിങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. മലയാള സർവകലാശാലയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും, ഇവിടെ സാഹിത്യോത്സവങ്ങളുടെ ഉദ്ഘാടന വേദികളിൽ
സമാപന വേദികളിലും സംസാരിച്ചവരൊക്കെ സംസാരിച്ചു. സാഹിത്യ അന്തർ സർവകലാശാല സാഹിത്യോത്സവത്തിന്റെ പ്രസക്തി, അതെങ്ങനെ രൂപപ്പെട്ടു, ഇപ്പോഴെങ്ങനെ നടക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ പൊതുവെ എല്ലാ സാഹിത്യോത്സവങ്ങളും നടക്കുന്ന സമയമാണ്. ഇങ്ങനെ സാഹിത്യോത്സവങ്ങളൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ KLF ആയാലും മാതൃഭൂമിയുടെ ഫെസ്റ്റ് ആയാലും അങ്ങനെ ഒട്ടനവധി നമ്മുടെ നല്ലൊരു ചെറിയ ഗവൺമെന്റ് കോളേജുകളിൽ വരെ സാഹിത്യോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ആശയം ആദ്യമായി കൊണ്ടുവന്നത് മലയാള സർവകലാശാലയിലെ സാഹിത്യ വിഭാഗത്തിൽപ്പെട്ടവരാണ്. സാഹിത്യ ആശയമാണ് എന്നൊക്കെ നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാള സർവകലാശാല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള സാഹിത്യോത്സവങ്ങളൊക്കെ ഇപ്പോഴും അതേപടിയെല്ലാം നിലനിൽക്കുന്നത് എന്ന് കൂടിയാണ്. അപ്പോൾ സാഹിത്യോത്സവം കൃത്യമായി രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് സാഹിത്യോത്സവമൊക്കെ സാഹിത്യം എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. അതൊരു എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. പണ്ടൊക്കെ സാഹിത്യം ഒരു ന്യൂനപക്ഷമായിരുന്ന ഉപരിവർഗത്തിന്റെ മാത്രം കയ്യിൽ നിന്നിരുന്ന കാലഘട്ടം നിന്ന് എല്ലാ മനുഷ്യർക്കും സംസാരിക്കാൻ കഴിയുന്ന, എല്ലാ മനുഷ്യർക്കും എഴുതാൻ കഴിയുന്ന ഒരു വേദി സാഹിത്യം രൂപപ്പെട്ടത് ഒരു കാലത്ത് നവോത്ഥാന മുന്നേറ്റങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും തൊഴിലാളി സമരങ്ങൾക്കും ഉൾപ്പെടെ ഒട്ടനവധി ഭാഷാ സമര മുന്നേറ്റങ്ങൾ വരെ വന്നുണ്ട്. അത് വലിയൊരു രാഷ്ട്രീയം വഹിക്കുന്ന, രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സാഹിത്യോത്സവങ്ങളിൽ ഇന്ന് രാഷ്ട്രീയം നിലനിൽക്കാതിരിക്കുകയും അതൊരു മുഖ്യധാര വ്യക്തികളുടെ കൈകളിൽ മാത്രം, അല്ലെങ്കിൽ കഴിഞ്ഞ KLF എടുത്ത് പരിശോധിച്ചാൽ വിമർശനമായി ബന്ധിക്കാനുള്ളത് അതൊക്കെ അവർ കച്ചവടത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് സാഹിത്യോത്സവങ്ങൾ അവർ മാറ്റുമ്പോഴും സാഹിതി അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ കൃത്യമായി അനുകൂലിക്കുന്ന മനുഷ്യരെയും മാറ്റി നിർത്തപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും രാഷ്ട്രീയം ഉൾക്കൊണ്ട് തന്നെ സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് മലയാള സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പുരോഗമന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥി യൂണിയനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ടത്, മാഷാത്ത പറഞ്ഞ പോലെ മാഷ് ഓരോരുത്തർ പേരായി ഏറ്റെടുത്ത് പറഞ്ഞുപോയി. സാധാരണ അങ്ങനെ പറയാറില്ല, ഓരോ ഫുഡ് കമ്മിറ്റി, വളണ്ടിയർ കമ്മിറ്റി. പക്ഷെ മാഷ് ഓരോ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുപോയി. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആർട്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കലാമേളയുടെ ഭാഗമായിട്ട് സ്റ്റേജ് തല മത്സരങ്ങൾ നടന്നു. മറ്റന്നാൾ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് പരിശീലനം നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെയാണ് വിദ്യാർത്ഥികൾ രാത്രിയും പകലും ഇരുന്ന് ചെറിയ ചെറിയ നൂല് നോക്കുന്നത് പോലെ കിട്ടുന്ന ഇടവേളകളിൽ സാഹിതികളിൽ പങ്കെടുത്തും അല്ലാത്ത സമയങ്ങളിൽ സാഹിത്യ പഠനത്തിലെയും രചനയിലെയും വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരും കൂടെ പ്രചരണങ്ങളിലേക്ക് ചെയ്തു. ഒരു വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ്. അതായത് ഇത്തരത്തിലുള്ള വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിലൂടെ സാഹിത്യ മികച്ചതായി മാറ്റിയ എല്ലാ അധ്യാപകർക്കും അതിന് കൂടെ നിന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് സാഹിത്യങ്ങളുടെ കലോത്സവങ്ങൾ ഇനിയും ഭംഗിയായി നടത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സാഹിത്യരചനാ സ്കൂളിലെ ലിറ്റിൽ മാഗസിനായ ഇരിക്കാപ്പ് 1ാം പതിപ്പ് അല്പസമയത്തിന് മുൻപ് പ്രിയപ്പെട്ട നിലമ്പൂർ ആയിഷ പ്രകാശനം ചെയ്തു. മുൻപിൽ ഇരിക്കാപ്പ് എന്ന ലിറ്റിൽ മാഗസിൻ, സാഹിത്യരചനാ സ്കൂളിലെ ഇരിക്കാപ്പ് എന്ന ലിറ്റിൽ മാഗസിൻ പ്രദർശിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ സുഷമ ടീച്ചറെ ക്ഷണിക്കുന്നു. സാഹിതി കഥാ കവിത മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനമാണ് അടുത്തത്. സാഹിതി കഥാ കവിതാ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണം ഏകോപനം ചെയ്യുന്നതിനായി ഡോക്ടർ അൻവർ അബ്ദുള്ള മാഷിനെ ക്ഷണിക്കുന്നു. സുഷമ ടീച്ചർ, മറ്റധ്യാപകരെ, ഈ സാഹിത്യ വിജയത്തിന്റെ ഓരോ അംശത്തിന്റെയും പൂർണ്ണ അവകാശികളും അധികാരികളുമായിരിക്കുന്ന സാഹിത്യകാർക്ക് ഊന്നി തളർന്ന് ഇവിടെ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, കഥാമത്സരം ജഡ്ജസ് ആയിരുന്നത് കഥാകൃത്തും ഇവിടുത്തെ അധ്യാപകനുമായ ഡോക്ടർ ശ്രീ ബ്രൂസ്, അതുപോലെ ഡോക്ടർ പി ശിവപ്രസാദ്, നോവലിസ്റ്റും കഥാകൃത്തുമായ ശിവപ്രസാദ്, എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ നവി ബേജി എന്നിവരാണ് കഥകൾക്ക് മാർക്കിട്ട 3 ആളുകൾ. അതുപോലെ കവിതാ മത്സരത്തില് മാർക്കിട്ടത് ജഡ്ജസ് ആയിട്ടിരുന്നത് മുതിർന്ന
കവിയായിട്ടുള്ള പി എ നാസിമുദ്ദീൻ, അതുപോലെ റോഷി സ്വപ്ന, പിന്നെ കവിയും കൂടിയായിട്ടുള്ള നവൽ ബേജി, പുറത്തുനിന്നുള്ള നവൽ ബേജി, ഇങ്ങനെ 3 പേരാണ് കവിതയ്ക്ക് മാർക്കിട്ടത്. ഇത് ഞാൻ പറയാനുള്ള കാര്യം ഇവിടുത്തെ അധ്യാപകർ മാത്രമല്ല, പുറത്തുനിന്നുള്ളവരും മുതിർന്നവരുമായിട്ടുള്ള എഴുത്തുകാരാണ് ഇതിന്റെ പിന്നെ പ്രവർത്തിച്ചതെന്ന് എല്ലാവരും അറിയിക്കാനാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വന്നിരുന്ന കഥകളിലെ കവിതകളിലെ ഈ ജഡ്ജസ് ഏക അഭിപ്രായക്കാരായിരുന്നില്ല എന്നുള്ളതാണ്. ചില ആളുകൾ ഫസ്റ്റ് 3 പേര് 3 സംഭവങ്ങൾക്കാണ് ഫസ്റ്റ് ഇട്ടത്, 3 പേർക്കാണ് സെക്കൻഡ് ഇട്ടത്, അങ്ങനെ പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അർത്ഥം അത് എടുത്തു പറയുന്നത് ഈ സമ്മാനം കിട്ടാത്ത ആളുകൾ സമ്മാനിതരല്ല എന്നല്ല, സമ്മാനിതരാണ്. അത് ഓരോരോ ജഡ്ജസ് ഇടുന്ന അനുസരിച്ച് ആ സമ്മാനം മാറുമായിരുന്നു. പിന്നെ അത് ഒരു ഏകോപനത്തിലേക്ക് കൊണ്ടുവന്ന് അവരുമായിട്ട് ചർച്ച ചെയ്ത് അവർ തമ്മിൽ കൂടി ആലോചിച്ച് അവർ ഓരോരുത്തരും ഇട്ട മാർക്കുകൾ വീണ്ടും എടുത്തു നോക്കി ആ മാർക്കുകൾ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ വരുന്നത് എന്ന് തീരുമാനിച്ച് അതിൽ അവരൊരു സമുദായത്തിൽ എത്തിയിട്ട് അവർ തന്നെ തീരുമാനിച്ചിട്ടാണ് ഇതിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ തീരുമാനിച്ചത്. ഫസ്റ്റും സെക്കൻഡും മാത്രമേ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നുള്ളൂ. പക്ഷെ അതിലെ ചില കഥകൾക്ക് ഒരു ജൂറിയുടെ പ്രത്യേക പരാമർശം എന്നുള്ള നിലയിൽ 3ാമത്തെ ഒരു പരാമർശം നൽകണമെന്നും അവര് പറഞ്ഞിട്ടുണ്ട്. കവിതയ്ക്ക് 1ാം സ്ഥാനം നേടിയത് മലയാള കേരള പഠന കേന്ദ്രം കോഴിക്കോട് സർവകലാശാലയിലെ മലയാള കേരള പഠന കേന്ദ്രത്തിലെ ഗവേഷകനായ രാഹുൽ മാസ്വാക്കാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സമ്മാനം നൽകാൻ സുഷമ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. 1ാം സമ്മാനം 3000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഒപ്പം 2000 രൂപ വില വരുന്ന പുസ്തകങ്ങളുമാണ്. കവിതയ്ക്ക് 2ാം സ്ഥാനം നേടിയത് കണ്ണൂർ സർവകലാശാലയിലെ മുണ്ടത്ത് ലൈബ്രറിയിലെ ഗവേഷകയായ ശ്രീജയ എന്നാണ്. പെണ്ണുങ്ങളുടെ കടവ് എന്ന കവിതയ്ക്കാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ശ്രീജയ വിവരം അറിയിച്ചിരുന്നു, വന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കവിതയ്ക്ക് 2 പ്രത്യേക പരാമർശങ്ങൾ 3ാം സമ്മാനമായിട്ട് നൽകുന്നു. ഒന്ന്, മലയാള സർവകലാശാലയിലെ സാഹിത്യ രചന വിഭാഗം MA വിദ്യാർത്ഥി അൻസിഫ് ഖുസ്രു എഴുതിയ ഒപ്പം MIC കോളേജിലെ ജേർണലിസം വിഭാഗം MA വിദ്യാർത്ഥിയായ ഇർഷാദ് കെ എഴുതിയ കുടിച്ചുറങ്ങുന്ന വീട് എന്ന കവിതയും 3ാം സ്ഥാനം നേടുന്നു. കഥയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടി, അവിടെ മലയാള വിഭാഗത്തിലെ ഗവേഷകനായ ഷാഫി പൂവത്തിന്റെ രണ്ടാം സ്ഥാനം കുഞ്ചൻ മലയാള സർവകലാശാലയിലെ സാഹിത്യ രചന എന്ന വിദ്യാർത്ഥി അംജദ് ഖാൻ എഴുതിയ അംജദ് ഖാൻ. മൂന്നാം സ്ഥാനം പ്രത്യേക പരാമർശത്തോടുകൂടി ജൂറി തെരഞ്ഞെടുത്തത് 2 കഥകളാണ്. ഒന്ന്, തുഞ്ചൻ മലയാള സർവകലാശാല സാഹിത്യ രചനാ വിദ്യാർത്ഥി ആസിഫ് സഹീർ എഴുതിയ ഉണ്ട എന്ന കഥയാണ്. ആസിഫ് സഹീറിനെ ക്ഷണിക്കുന്നു. ഒപ്പം ഡോക്ടർ മർസൂം മെമ്മോറിയൽ SNDP കോളേജ് കൊടുങ്ങല്ലൂരിലെ BEd വിദ്യാർത്ഥിനി ഇവിടുത്തെ സാഹിത്യ രചനയിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ് ഹരിത H. ദാസ് എഴുതിയ മെഡൂസ എന്ന കഥയും പ്രത്യേകമാണ്. ഏതാണ്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ കോഴിക്കോട്, കണ്ണൂര്, കാലടി, തുഞ്ചൻ തുടങ്ങിയ എല്ലാ സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഈ സമ്മാനം കിട്ടിയതെന്നുള്ളത് ഈ സാഹിത്യ എന്ന സർവകലാശാല സാഹിത്യോത്സവത്തിന്റെ
ഇതിന്റെ ഒരു മാറ്റം കൂട്ടുന്നതാണ് എന്നും കൂടി ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇതിനോട് സഹകരിച്ച ഈ പേപ്പർ പൊതിയാനൊക്കെ കുട്ടികൾ കഷ്ടപ്പെട്ടത് വളരെ അവരെല്ലാം നേരത്തെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാവരും ഓർത്തുകൊണ്ട് അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമാപന സമ്മേളനത്തിന് നന്ദി പറയുന്ന ജനറൽ കൺവീനർ ഡോക്ടർ മുഹമ്മദ് റാഫി എംപിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സാഹിതി ജനറൽ കൺവീനർ റിപ്പോർട്ട് അവതരിപ്പിച്ച ഡോക്ടർ അശോക് ഇക്രൂസ് ഏതാണ്ട് ഞാൻ നിർവഹിക്കേണ്ട ഒരു കർമ്മം കൂടി നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ ഈ നടത്തിപ്പിന്റെ മുന്നിൽ നിന്ന വ്യക്തിക്ക് സാധാരണ നന്ദി പറയാറില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ തന്നെ നന്ദി പറഞ്ഞതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നാലും ഇതിന്റെ ഒരു തുടർ സാഹിതികൾ ഇത് വളരെ ഒരു ചരിത്ര സന്ധ്യയാണ്. പ്രത്യേകിച്ച് മലയാള സർവകലാശാല സാഹിതി, അന്തർ സർവകലാശാല സാഹിത്യോത്സവം ഇവിടെ പറഞ്ഞ പ്രകാരം, ഇവിടെ സൂചിപ്പിച്ച പ്രകാരം 2014 അന്ന് കേരളത്തിൽ ഇങ്ങനെ ഒരു ഏർപ്പാടില്ല. ഇത് ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ മാതൃകയിൽ അന്നത്തെ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ ഇത് ആരംഭിച്ചു. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യോത്സവമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ ഒരു പുനർജനിയാണ് ഈ വർഷം നടന്നത് എന്നുള്ളത് അതിന്റെ ഒരു ചരിത്ര സന്ധിയെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിന് നിർവാഹകർക്കും വഹിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്നെ അതിയായ സന്തോഷത്തിൽ അകപ്പെടുത്തുന്നു. ആ ആഹ്ലാദം നിങ്ങളുമായി ആദ്യമേ ഞാൻ പങ്കുവെക്കുന്നു. പിന്നെ ഇവിടെ പരാമർശിച്ച കൂട്ടത്തിൽ പലരുടെയും പേരുകൾ വിട്ടുപോയിട്ടുണ്ടാവും. ഞാനായിരുന്നെങ്കിൽ ഇത്ര പേരുകൾ പോലും എനിക്ക് പറയാൻ സാധിക്കില്ലായിരുന്നു. അപ്പൊ ഇതിലൂടെ പിന്നെ വീഡിയോ ഷൂട്ടിംഗ് എന്നുള്ളത് നമ്മളൊരു പ്രത്യേക ലക്ഷ്യത്തോടെ നമ്മൾ ഇന്റർനെറ്റ് കണ്ടന്റ് ഫോർമേഷന്റെ ഭാഗമായിട്ട് നമ്മളുടെ യൂട്യൂബ് അക്ഷരം ചാനലിനെ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർനെറ്റ് കണ്ടന്റ് ഫോർമേഷൻ നടത്തിയിട്ടുള്ളത്. അതിന് സത്യത്തിൽ നമുക്ക് ഫണ്ടില്ലായിരുന്നു. കാരണം പലതവണ ഞങ്ങൾ ആലോചിച്ചിട്ടും ഇത് ഇരട്ട ചന്ദ് പോലെ 2 ഡിപ്പാർട്ട്മെന്റാണ് നടത്തിയതെങ്കിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഉപയോഗിച്ചെങ്കിലും നമുക്ക് FIUTPയുടെ ബിൽഡിങ്ങിന് 1 കോടി രൂപ മാറ്റി വെക്കേണ്ടത് കൊണ്ട് വളരെയധികം പിശുക്കി വൈസ് ചാൻസലറോട് രജിസ്ട്രാറോട് നിരന്തരം ചർച്ച നടത്തിയാണ് നിങ്ങൾ ഇതിന് ഫണ്ട് കണ്ടെത്തിയത്. അപ്പൊ ഇത് പറഞ്ഞ വളരെ കുറഞ്ഞ ചെലവിൽ 70,000 രൂപയ്ക്ക് പറഞ്ഞ ഒരു പണി ഇവിടുത്തെ വിദ്യാർത്ഥികൾ. അപ്പൊ അതുകൊണ്ട് അവരുടെ പേര് ഇവിടെ പറഞ്ഞില്ല. എനിക്ക് അതിൽ അറിയാവുന്നത് 2 പേരുടെ പേരാണ്. ഒന്ന് അഖിലാണ് ഇവിടുത്തെ നമ്മുടെ റീലിന്റെ വൈറൽ ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നടത്തിയ ഇത് വലിയ വൈറലായിരുന്നു. അത് പിന്നെ അതിന് അഖില് തുടക്കം കുറിക്കുകയും പിന്നീട് ഗണേഷ് 2 പേരുടെ പേരാണ് എനിക്ക് അറിയാം. അപ്പൊ ഇത് ആ പറഞ്ഞ പൈസയുടെ പകുതി പോലും ഇല്ലാതെ ഏറ്റെടുത്തു എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇന്റർനെറ്റ് കണ്ടന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇത് അതേപടി അങ്ങ് പോയത്. അപ്പൊ അതിന് ഞാൻ അവരെ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാണ് വലിയൊരു സംഗതിയാണ്. പിന്നെ ഈ സാഹിത്യയുടെ ഒരു ഫലശ്രുതി എന്ന് പറയാൻ പറ്റുന്നത് ഏതാണ്ട് 7 വർഷം മുമ്പ് നമുക്ക് പുനലൂർ രാജൻ എന്ന് പറഞ്ഞ വലിയ പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ, അദ്ദേഹം കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ ഒക്കെ ഫോട്ടോകൾ എടുക്കുക അദ്ദേഹത്തിന്റെ ഒരു ഹോബി. ബഷീറിന്റെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫുകൾ എടുത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഇത് ഫ്രീ ആയിട്ട് സർവകലാശാലയ്ക്ക് തന്നു. അന്ന് മാങ്ങാട് രത്നാകരൻ ഇത് ക്യൂറേറ്റ് ചെയ്ത് ഈ സർവകലാശാലയ്ക്ക് തന്നു. 7 വർഷമായിട്ടും ഈ സർവകലാശാലയിൽ ഇത് എവിടെയോ മറഞ്ഞു കിടക്കുകയും. അപ്പൊ ഇത് കണ്ടെത്തുകയും ഞങ്ങള് ഈ സാഹിത്യയുടെ ഭാഗമായിട്ട് ഇതേപോലെ മുൻകൈ എടുത്തിട്ട് ഞങ്ങൾ ഈ ഹാളിൽ ഇതുപോലെ ഈ രംഗശാലയുടെ അകം മാറിപ്പോകുന്ന വിധം ആ ഛായാപടങ്ങൾ നമ്മളിവിടെ സ്ഥാപിച്ചു. അത് തന്നെയാണ് ഈ സാഹിത്യയുടെ വലിയ ഫലശ്രുതി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ഫലശ്രുതിയെ കൂടി സൂചിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സാഹിത്യയുടെ ഈ കൺക്ലൂഷൻ സംബന്ധിച്ച് സംസാരിക്കാൻ സാധിക്കുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 3 വേദികളിൽ തീർച്ചയായിട്ടും ആളുകളുടെ അസാന്നിധ്യത്തെ ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു. അത് വലിയൊരു ഉത്കണ്ഠയായിരുന്നു. കാരണം മുമ്പ് ഇവിടെ നടന്ന പല സെമിനാറുകളും അത് 4 വർഷം 5 വർഷം മുമ്പൊക്കെയുള്ള ഞങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങളായിരുന്നു. 3 ദിവസം നടക്കുന്ന സെമിനാറുകൾ, അന്തർ സർവകലാശാല സെമിനാറുകളിൽ, ഇന്റർനാഷണൽ സെമിനാറുകളിലും നാഷണൽ സെമിനാറുകളിലും എല്ലാം പാർട്ടിസിപ്പൻസ് വളരെ കുറവായിരിക്കും. 1-2 സെഷൻ കഴിയുമ്പോൾ അല്ലെ ചായ കുടിയൊക്കെ കഴിയുന്നതോടുകൂടി ഹാള് കാലിയാവും. അപ്പൊ ഇത്തവണ എന്തുകൊണ്ടോ അതുണ്ടായില്ല. അത് എല്ലാവരും സഹകരിച്ചതുകൊണ്ടും ആരും ഇതിനെ എതിർക്കാതിരുന്നത് കൊണ്ടൊന്നുമല്ല. ഈ എതിർപ്പ് പല വിധത്തിലുണ്ടായിരുന്നു. അത് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു. ഈ ചുറ്റുഭാഗത്തും എതിർപ്പുകൾ പല കോലത്തിലും പല വിധത്തിലും വന്നിരുന്നു. അത് പിന്നെ അതിഥികൾ അവസാന നിമിഷം അവരെ പിൻവാങ്ങിപ്പിച്ചു. അതിന് പുറമെ ചുറ്റുപാടുള്ള ചില ആളുകൾ വിദ്യാർത്ഥികളെ വിടാതിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള എതിർപ്പുകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ
നിമിഷങ്ങളിലും ഞങ്ങൾക്ക് ഉൾക്കട ഉണ്ടായിരുന്നു. എനിക്ക് ഉണ്ടായിരുന്നു, വ്യക്തിപരമായിട്ട് ഉൾക്കട ഉണ്ടായിരുന്നു. 3 വേദികളുണ്ട്. ആ 2 ദിവസമായി നമ്മൾ കുറയ്ക്കുകയുണ്ടായിരുന്നു. 3 ദിവസം നടത്തണമെന്ന് വിചാരിച്ചത് പിന്നീട് പിറ്റേ ദിവസം അവധി വരുന്നത് കൊണ്ടും ഇനി ദിവസങ്ങൾ ഇല്ലാത്തത് കൊണ്ടും 2 ദിവസമായി കുറയ്ക്കുകയുണ്ടായിരുന്നു. എന്നാൽ 3 വേദികളിലും ഏതാണ്ട് വേദി നിറഞ്ഞു, സദസ്സ് നിറഞ്ഞുകൊണ്ട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ സംഗതി. ഇതിന് പല സെഷനുകളും നല്ല സെഷനുകളാണ് ഇവിടെ നടന്നിരുന്നത്. കേവലം ഒരു ഇപ്പം പടർന്നു പിടിച്ച സാഹിത്യോത്സവങ്ങളിൽ നടക്കുന്നത് പോലെ ഒരു കാർണിവൽ സ്വഭാവം ഈ സെഷനുകൾക്ക് അധികം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെഷനുകൾ പങ്കെടുക്കുന്നവർ തമ്മിലുള്ള ഈ സംവാദ പരിപാടി നമ്മൾ ഏതാണ്ട് ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അക്കാഡമിക് സെഷൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തത്. ഒരു സെഷൻ മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് അത് ഇനി വരുന്ന ഗവേഷകർക്കും പഠിതാക്കൾക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന വിധം സാഹിത്യത്തെയും അതിന്റെ പഠനത്തെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് പോസ്റ്റ് സെക്യുലറിസം എന്ന് പറയുന്ന ഒരു ടെർമിനോളജി നമ്മൾ ചർച്ച കൊടുക്കും. അത് മലയാള സർവകലാശാലയാണ് മുഖ്യ പ്രമേയമായിട്ട് അത് ചർച്ച ചെയ്യുന്നത്. ഹെബ്രമാസിന്റെ യൂറോപ്യൻ കോണ്ടെക്സ്റ്റിലുള്ള ഒരു ടേം നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നു എന്ന് പറയുന്നതും നമുക്ക് അഭിമാനിക്കാൻ വകയുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പോ അതും പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് 4 പേരാണ് ആ തുടർച്ചയായിട്ട് ആ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പല വിധത്തിലുള്ള വളരെ പോസിറ്റീവായി ഈ സാഹിത്യയുടെ ഈ പുനർജനിക്കുന്നത്, റീബർത്ത് എന്ന് പറയുന്നത് വളരെ ആശാവഹവും അടുത്ത വർഷവും ഇതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഏറ്റെടുത്ത് ഇത് നടത്താൻ പ്രേരിപ്പിക്കുന്നതുമാണ്. തീർച്ചയായിട്ടും പറയട്ടെ, അർദ്ധരാത്രി വരെ ഇവിടെ നിന്നുകൊണ്ട് ഇതിനൊരു വൈറൽ സ്വഭാവം സാഹിത്യം പല ആളുകൾ പല കോണിലും വിളിച്ചിരിക്കുന്നത് നിങ്ങൾ ഭയങ്കര സംഭവമാണല്ലോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഞങ്ങൾ 10 മണിയൊക്കെ വന്നു നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് കുട്ടികൾ നിന്നുകൊണ്ട് ഇതിന്റെ പണിയെടുക്കുക. അപ്പൊ ആ തരത്തിൽ ഒരു ഊർജം വിദ്യാർത്ഥികൾ സ്വീകരിക്കുകയും ഇത് വിദ്യാർത്ഥികളുടെ ഉത്സവമായിട്ട് അവർ ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അപ്പോ പിന്നെ പേര് പലരെയും ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോ പിന്നെ ഇതില് എന്റെ കൂടെ നിന്ന ബാബുരാജ് മാഷും ഞാനവിടെ നന്ദി പറയാനുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഈ വിദ്യാർത്ഥികൾക്കാണ് നന്ദി പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് വൈസ് ചാൻസലർക്ക് പോലും നന്ദി പറയാനുള്ളത്. ടീച്ചർ ഇതിന്റെ ഒപ്പം ഞാൻ ഇങ്ങനെ ഇപ്പൊ ടീച്ചർ അനുവദിച്ച ഫണ്ടും കഴിഞ്ഞ് ഇങ്ങനെ ഇന്റർനെറ്റ് കണ്ടന്റ് ടീച്ചർ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ഫണ്ട് തരാന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ ഇന്റർനെറ്റ് കണ്ടന്റ് ഇവിടെ ഫോം ചെയ്തത്. അതുപോലെ ഞങ്ങളുടെ കൂടെ നിൽക്കുകയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ടീച്ചർക്കും നന്ദി പറയേണ്ട കാര്യമില്ലല്ലോ, ആദ്യത്തെയാണ്. എന്നാലും നന്ദി പറയുന്നു. വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ഇന്നത്തെ ഗസൽ രാവോട് കൂടിയാണ് നമ്മളുടെ സാഹിത്യം അവസാനിക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ കേരളത്തിൽ ഉള്ള ഖവാലി പാടുന്ന ഒരു വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു ഗായികയാണ്. അതുകൊണ്ട് ഗസൽ പ്രോഗ്രാമിലെ എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. മലയാള സർവകലാശാല സാഹിത്യം 2025 സമാപന സമ്മേളനം അവസാനിച്ചതായി അധ്യക്ഷയോടുകൂടി അറിയിക്കുന്നു. തുടർന്ന് നിസ അസീസും സംഘവും